അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വാർദ്ധക്യത്തിൻ്റെ വിരസത ഇത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. എല്ലാവരുടെ ജീവിതത്തിൻ്റെ സായം സന്ധ്യ, കൂട്ടുകൂടാൻ ആരുമില്ലാത്ത സമയം, അവരുടെ മനസ്സിൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ ആരും നേരം കളയാത്ത സമയം, എല്ലാ നിലയിലും മനുഷ്യന് ജീവിതത്തോട് തന്നെ വെറുപ്പ് തോന്നുന്നൊരു ഘട്ടമാണ് വാർദ്ധക്യം. ഒരു കവി പറഞ്ഞതുപോലെ, അലാ ലൈത ശബാബ യഊദു യൗമ ഫഉഖ്ബിറുഹു ബിമാ ഫഅലൽ മശീബു. എൻ്റെ കഴിഞ്ഞുപോയ സുന്ദരമായ യുവത്വത്തിൻ്റെ ദിവസങ്ങൾ എനിക്കൊന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ ഈ നരയും വാർദ്ധക്യവും എന്നെ ഏൽപ്പിച്ച, എനിക്ക് സമ്മാനിച്ച ഈ വിരസതയും ദുഃഖവും വേദനയൊക്കെയും ഞാൻ അതിനോട് പറയുമായിരുന്നു എന്ന്. എന്നാൽ പരിശുദ്ധമായ ഇസ്ലാമിൽ വാർദ്ധക്യത്തിലെത്തിയ പ്രായമേറിയ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന സ്ഥാനം അവർണ്ണനീയമാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ഇങ്ങനെ കാണാം: ഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല ഇക്റാമുദി ശൈബത്തിൽ മുസ്ലിം. നരബാധിച്ച ഒരു മുസ്ലിമായ വൃദ്ധനെ ബഹുമാനിക്കൽ അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ്. അള്ളാഹുവിന് കൊടുക്കുന്ന ബഹുമാനം അള്ളാഹുവിന് വില കൽപ്പിക്കുന്നത് പോലെയാണ് നാട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ പ്രായമുള്ളൊരു ഉപ്പയെ, ഒരു ഉമ്മയെ ചേർത്ത് പിടിക്കലും അവരെ ബഹുമാനിക്കലും. ജീവിതത്തിൻ്റെ ബാല്യകാലത്തുണ്ടാകുന്ന ബലഹീനതകളും ദൗർബല്യങ്ങളൊക്കെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ വാർദ്ധക്യത്തിലും മനുഷ്യന് സംഭവിക്കും. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് തൻ്റെ വാർദ്ധക്യത്തിൻ്റെ വിഷമങ്ങൾ പറയുന്നുണ്ടല്ലോ. ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വഷ്തഅല റഅസു ശൈബ. അള്ളാഹുവേ, എനിക്ക് വാർദ്ധക്യം വന്നിട്ട് എൻ്റെ എല്ലുകളൊക്കെ ബലഹീനമായി പോയിട്ടുണ്ട്, എൻ്റെ രോമങ്ങളെല്ലാം നരച്ച് പ്രകാശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു പരാതി ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അള്ളാഹുവിനോട് ദുആ ചെയ്തൊരു സമയമാണ്. ഇതുപോലെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും വേദനകളൊക്കെ ഉണ്ടാകുന്ന ഘട്ടം. ആ സമയത്ത് അവരുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകും, ദേഷ്യം അധികരിക്കും, മറ്റുള്ളവരോട് പെട്ടെന്നവർ സംസാരിക്കും. ഈ സമയത്തൊക്കെ അവരോട് ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ മക്കൾക്ക് വിഷമമുണ്ടാകാം, തിരിച്ച് മറുപടി പറയാൻ തോന്നും. പക്ഷേ നിങ്ങൾ അവരോട് തിരിച്ച് ദേഷ്യപ്പെടരുതേ, ഖുർആൻ പറഞ്ഞു. എന്ന് മാത്രമല്ല, വലാ തഖുല്ലഹുമാ ഉഫിൻ. അവരിൽ നിന്ന് നിങ്ങൾക്ക് വെറുപ്പുണ്ടാകുന്നത് എന്തെങ്കിലും കണ്ടാൽ നിങ്ങൾ ഛേ എന്ന് പോലും അവരോട് പറയാൻ പാടില്ല, അതുപോലും അവർക്ക് സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വൃദ്ധരോടുള്ള സമീപനം എങ്ങനെയായിരുന്നു? തങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിൽ അവരെ ചേർത്ത് പിടിക്കുവാനും അവരെ സാന്ത്വനപ്പെടുത്തുവാനും അവരോട് തമാശ പറഞ്ഞ് നേരം പോക്കിനിരിക്കുവാനും തങ്ങൾ സമയം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു വൃദ്ധയായ മാതാവ് ഒരിക്കൽ തങ്ങളെ കാണാൻ വന്നിട്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ യുദ്ഖിലനൽ ജന്ന. റസൂലേ, എനിക്ക് സ്വർഗം കിട്ടാൻ അങ്ങ് ദുആ ചെയ്യണമെന്ന്. തങ്ങൾ പറഞ്ഞു, ഉമ്മ ലാ തദ്ഖുലിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല, പ്രായമുള്ളവർ സ്വർഗത്തിൽ കടക്കില്ല എന്ന് പറഞ്ഞു. അവരിത് കേട്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. സ്വർഗം സ്വപ്നം കണ്ട് കഴിയുന്ന ഉമ്മ കരയാൻ തുടങ്ങി, വാവിട്ട് കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയോ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആയിഷ ബീവി പറയുന്നു, യാ റസൂലല്ലാഹ്, നിങ്ങൾ സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് ഒരു ഉമ്മയോട് പറഞ്ഞല്ലോ. അവർ വല്ലാതെ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെട്ടുകൊണ്ടാണ് പോയത് നബിയെ, അവരെ സമാധാനിപ്പിക്കണം. നബി തങ്ങൾ അവരെ ചെന്ന് കണ്ടെത്തി. എന്നിട്ട് പറഞ്ഞു, ഉമ്മ, നിങ്ങൾ സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ചുക്കിച്ചുളുങ്ങിയ ശരീരവുമായിട്ട് കുഴിഞ്ഞ കണ്ണുകളുമായിട്ട് ഈ പ്രായത്തിൽ സ്വർഗത്തിൽ കടക്കുകയില്ലെന്നാണ് പറഞ്ഞത്. മറിച്ച് ഇന്ന അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറ ഉറുബൻ അത്റാബ. അള്ളാഹു നിങ്ങൾക്ക് നല്ല തൊലി തരും, മനോഹരമായ കണ്ണുകൾ തരും, നല്ല ആരോഗ്യം തരും, നല്ല സൗന്ദര്യം തരും, എന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട എന്ന്. വൃദ്ധസദനങ്ങൾ പ്രായമേറിയ ഉമ്മമാരെ കൊണ്ട് ഉപ്പമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മാതൃകാ പ്രവർത്തനങ്ങളിൽ നമുക്ക് വലിയ ഗുണപാഠമുണ്ട്. ആയ കാലത്ത് വലിയ സ്ഥാനമാനങ്ങൾ വഹിച്ചിരുന്നവർ, കോടാനുകൂടി സമ്പാദിച്ചവർ, തങ്ങളുടെ മക്കളെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ എത്തിച്ചവർ, പക്ഷേ ജീവിതത്തിൻ്റെ അവസാന നേരത്ത് അവർക്കൊന്ന് കൂട്ടിരിക്കാൻ, അവരെ ഒന്ന് സാന്ത്വനപ്പെടുത്താൻ, അവർക്കൊരു തലോടൽ കൊടുക്കാൻ സ്വന്തം മക്കൾ ഉതകാത്തൊരു കാലത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളെ എങ്ങനെ പരിചരിക്കണമെന്ന് മനോഹരമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ദീനിനു വേണ്ടി ജീവൻ കൊടുത്ത് ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ മഹത്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ പഠിപ്പിച്ചത് ഏത് കാര്യമാണ്? മാതാപിതാക്കളെ പരിചരിക്കലാണ്. പല സഹാബാക്കളും വന്നിട്ട് നബി തങ്ങളോട് പറയും, നബിയെ, എനിക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകണം, എനിക്ക് സത്യസമരത്തിൽ ഏർപ്പെടണം. തങ്ങൾ ചോദിക്കും, ഹൽ മിൻ വാലിദൈക ഹയ്യ, നിൻ്റെ മാതാപിതാക്കൾ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. ഉണ്ടെന്ന് പറഞ്ഞാൽ നബി തങ്ങൾ പറയും, ഫർജി ഇലൈഹിമ, നീ മാതാപിതാക്കളിലേക്ക് തിരിച്ചു പോ. ഫജാഹിദ് ഫീഹിമ, നിൻ്റെ ജിഹാദ് നിൻ്റെ മാതാപിതാക്കളുടെ അരിക്കലാണ്. നീ നിൻ്റെ സത്യസമരം, നിൻ്റെ അധ്വാനം, പരിശ്രമം നടത്തേണ്ടത് നിൻ്റെ മാതാപിതാക്കളുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുത്ത് അവർക്ക് നേരം പാവക്കാക്കി അവരെ നീ ശുശ്രൂഷിച്ചുകൊണ്ടാണ്. ഇസ്ലാം വൃദ്ധർക്ക് നൽകുന്ന സ്ഥാനം എന്താണ്? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വൃദ്ധരെ എങ്ങനെയാണ് സ്നേഹിച്ചത്? അവരോട് കാണിച്ച കാരുണ്യം എന്താണ്? ഇതിനേക്കാളൊക്കെ വേറെ വലിയ ഉദാഹരണങ്ങൾ നമുക്ക് ഏത് വേണം? അള്ളാഹു ആ ഹബീബിനെ പിൻപറ്റാൻ, സ്നേഹിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ.